Hi friends, welcome to Veranda YouTube channel. എൻ്റെ പേര് ജീനു. നമ്മളിപ്പോൾ എടുക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ബാങ്കിങ് അവയർനെസ്സിൻ്റെ. ബാങ്കിങ് അവയർനെസ് നമ്മൾ പാർട്ട് 9 ആയി. ഇന്ന് മുതൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിൻ്റെ പാർട്ട് 1 ആണിന്ന്. ഓക്കെ, അപ്പോൾ സെഷനിലോട്ട് പോകുന്നതിന് മുൻപ് ഇതാണ് വെരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ്. ബേസിക് ക്ലാസ്, ബേസിക് സർക്കിൾ, എക്സ്ട്രീം സർക്കിൾ, സൂപ്പർ ബാച്ച്, റിപ്പ് അതായത് മോക്ക് ടെസ്റ്റ് തന്നെയാണ്, റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം, പിന്നെ മോക്ക് ഇൻ്റർവ്യൂ. ഇത്രയാണ് നമ്മുടെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പാർട്ട് 1 ആയതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച ബേസിക് കാര്യങ്ങളായിരിക്കും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടിലായിരിക്കും കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന പാർട്ടുകളിൽ വീണ്ടും കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇത് ബേസിക്കായിട്ട്, അതായത് RBI എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ്, റിവേഴ്സ് റിപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Reserve Bank of India, which was established under the Reserve Bank of India Act 1934, started functioning from. അതായത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറിയത് ആക്ട് 1934 ആണ്. പക്ഷേ സ്റ്റാർട്ടഡ് ഫങ്ഷനിങ്, അതായത് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയ ഡേറ്റ് എന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ 1934 ഏപ്രിൽ 1 ഉണ്ട്, 1935 ഏപ്രിൽ 1 ഉണ്ട്, 1934 സെപ്റ്റംബർ 1 ഉണ്ട്, അതുപോലെ ഏപ്രിൽ 1 1936ഉം 1934 ജൂലൈ 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് 1934 ആക്ട് ആണ്. അപ്പോൾ 1934 ആയിക്കൂടെ എന്നുള്ളൊരു ഡൗട്ട് വരാം. പിന്നെ ഏപ്രിൽ 1 ആണ് എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ മിക്കവാറും ഡൗട്ടായിട്ട് വരുന്ന ആൻസർ 1 ഏപ്രിൽ 1934 ആയിരിക്കും. എന്നാൽ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 1 ഏപ്രിൽ 1935 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ആക്ട് 1934 ആണെങ്കിലും സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഫ്രം 1 ഏപ്രിൽ 1935 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി. അടുത്ത നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനും എളുപ്പമാണ്. വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആദ്യം കൊൽക്കത്തയിലായിരുന്നു, പിന്നെ ഏത് വർഷത്തിലോട്ടാണ് മാറ്റിയതെന്ന്, ഏത് വർഷത്തിലാണ് മുംബൈയിലോട്ട് മാറ്റിയതെന്നൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ നമ്മുടെ ആൻസർ എ ആണ്, മുംബൈ. ഓക്കെ, അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മുംബൈ ആണ്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് RBI? ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് RBI? ഇതിൽ അതിൻ്റെ ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എണ്ണമാണ് ചോദിക്കുന്നത്. ആൻസർ ഡി ആണ്, 21. ഓക്കെ, 21. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 21 ആണ്. അടുത്ത നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ, ആനുവൽ റിപ്പോർട്ട് ഓഫ് RBI ഈസ് റിലീസ്ഡ് ഇൻ മന്ത് ഓഫ് ഡാഷ് എവറി ഇയർ. എല്ലാ വർഷവും RBIയുടെ ആനുവൽ റിപ്പോർട്ട് വരുന്നത് ഏത് മന്ത് ആയിരിക്കും എന്നാണ്. യൂഷ്വലി ഏപ്രിലാണ് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഏപ്രിൽ ഡൗട്ടായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ആൻസർ സി ആണ്, ഓഗസ്റ്റ്. ഓക്കെ, ഓഗസ്റ്റ് ആണ്. ആനുവൽ റിപ്പോർട്ട് ഓഫ് RBI റിലീസ് ചെയ്യുന്ന മന്ത് ഓഗസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണോ, എ ബോഡി കോർപ്പറേറ്റ് ഹാവിംഗ് പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ, ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺഡ് ബൈ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ? ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ അല്ല അത് ഓൺ ചെയ്യുന്നത്, അപ്പോൾ അതല്ല. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫിനാൻസും അല്ല. അപ്പോൾ എന്തായാലും എ ബോഡി കോർപ്പറേറ്റ് ഹാവിംഗ് പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ ആണ് ആൻസർ. ഓക്കെ, ആൻസർ ബി ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് എ ബോഡി കോർപ്പറേറ്റ് ഹാവിംഗ് പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. ഓക്കെ അല്ലേ? അടുത്ത നമ്മുടെ സിക്സ്ത് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ദ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ടു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബിക്കോസ് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളതാണ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ലെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ബിക്കോസ് എന്താണെന്ന് നോക്കാം. ദ പാർട്ടീസ് ക്യാൻ
approach RBI when their limits are exhausted. They are not able to get loans from other banks. RBI meets directly or indirectly all their reasonable demands for financial accommodation subject to certain terms and conditions which constitute its discount rate policy. അപ്പോൾ നമ്മുടെ ആൻസർ സി ആണ്. ആൻസർ. അതായത് എന്താ, ഒരു ലിമിറ്റ്, ബാങ്കുകളുടെ ലിമിറ്റ് എക്സോസ്റ്റ് ആകുമ്പോൾ കഴിയുമ്പോഴല്ല RBIയെ സമീപിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടാത്തത് കൊണ്ടുമല്ല, RBI എന്താ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി മീറ്റ് ചെയ്യുന്നുണ്ട് all their reasonable demands for financial accommodation subject to certain terms and conditions which constitute its discount rate policy. അപ്പോൾ ബാങ്കേഴ്സ് ബാങ്കായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വെച്ചിരിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ലെൻഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ദ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ടു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് because RBI meets directly or indirectly all their reasonable demands for financial accommodation subject to certain terms and conditions which constitutes its discount rate policy. Okay അല്ലേ? അപ്പോൾ ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following former governors of RBI, Reserve Bank of India, has served as the Union Finance Minister? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് സെർവ് ചെയ്തിട്ടുള്ള, മുൻപ് ഗവർണറായിരുന്ന, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറും ആയിരുന്ന ആളേതാണെന്നാണ് ക്വസ്റ്റ്യൻ. സി രംഗരാജൻ, LK ജാ, വെങ്കട്ടരാമൻ, IG പാട്ടേൽ, CD ദേശ്മുഖ്. നമ്മുടെ ആൻസർ CD ദേശ്മുഖ് ആണ്. ആൻസർ ഇ. ഓക്കെ, അപ്പോൾ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററായിട്ടും ഇരുന്നിട്ടുണ്ട്, ഫോർമർ ഗവർണറും ആയിരുന്നു. ഓക്കെ, CD ദേശ്മുഖ്. അടുത്തത്, ഹു അമംഗ് ദ ഫോളോയിങ് പേഴ്സൺ ഇസ് ദ ഫോമർ ഗവർണർ ഓഫ് RBI? ഈ കൂട്ടത്തിൽ ഫോമർ ഗവർണർ ഓഫ് RBI ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ മൻമോഹൻ സിംഗ് ആണ്. ഓക്കെ, ആൻസർ ഡി. ഓക്കെ അല്ലേ? അപ്പോൾ ചിദംബരം അല്ല, യശ്വന്ത് സിൻഹ അല്ല, പ്രണബ് മുഖർജി അല്ല, മൻമോഹൻ സിംഗ് ആണ് ഫോർമർ ഗവർണർ ഓഫ് RBI. ഓക്കെ അല്ലേ? അടുത്തത്, ഫസ്റ്റ് ഇന്ത്യൻ അപ്പോയിൻറ്റഡ് ആസ് ദ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യക്കാരിൽ ആദ്യമായിട്ട് ഗവർണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ആരാണെന്നാണ്. നമ്മുടെ ആൻസർ CD ദേശ്മുഖ് ആണ്. ആൻസർ എ. ആൻസർ എ ആണ്. അപ്പോൾ CD ദേശ്മുഖ്. സെനഗൽ രാമറാവു, നരസിംഹം, രംഗരാജൻ, ഷൺമുഖം ചെട്ടിയാർ ഇവരൊന്നും അല്ല. CD ദേശ്മുഖ് ആണ് ഫസ്റ്റ് ഇന്ത്യൻ അപ്പോയിൻറ്റഡ് ആസ് ദ ഗവർണർ ഓഫ് RBI. ഓക്കെ അല്ലേ? അടുത്ത നമ്മുടെ 10th ക്വസ്റ്റ്യൻ നോക്കാം. ദ RBI ഈസ് നോൺ ആസ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നോക്കി. ബിക്കോസ് ഇറ്റ് ഹാസ് ടു മീറ്റ് ദ ക്രെഡിറ്റ് നീഡ്സ് ഓഫ് സിറ്റിസൺ ടു വിച്ച് no one else is willing to lend. Banks lend to go to RBI as a last resort. It comes to help banks in times of crisis. നമ്മുടെ ആൻസർ സി ആണ്. ക്രൈസിസിൻ്റെ ടൈമിൽ എന്താ, ഇറ്റ് കംസ് ടു ഹെൽപ്പ് ബാങ്ക്സ്. ഓക്കെ, RBI എന്താ ലാസ്റ്റ് റിസോർട്ട് ഓഫ് ലെൻഡർ എന്നറിയപ്പെടാൻ കാരണം ഇറ്റ് കംസ് ടു ഹെൽപ്പ് ബാങ്ക്സ് ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്. ബാങ്ക്സിന് ക്രൈസിസ് വരുന്ന ടൈമിൽ RBIയിൽ നിന്നാണ് ലോൺ എടുക്കുന്നത്. അതുകൊണ്ടാണ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഓക്കെ, 11th ക്വസ്റ്റ്യൻ. ഡാഷ് ഹെഡ്സ് ആൻഡ് കണ്ടക്ട്സ് ദ അഫയേഴ്സ് ഓഫ് RBI? സെൻട്രൽ ബോർഡാണോ, ലോക്കൽ ബോർഡ്, റീജിയണൽ ബോർഡാണോ? നമ്മൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ സെൻട്രൽ ബോർഡാണ് ആൻസർ. സെൻട്രൽ ബോർഡ് ഹെഡ്സ് ആൻഡ് കണ്ടക്ട്സ് ദ അഫയേഴ്സ് ഓഫ് RBI. സെൻട്രൽ ബോർഡാണ് RBIയുടെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. ഓക്കെ, the RBI provides dash for meeting day-to-day receipt and expenditure mismatch to both central and state governments. എന്താന്ന് നോക്കാം. ട്രഷറി ബിൽസ് ആണോ, വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് ആണോ, ഡേറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ആണോ എന്ന് നോക്കാം. ആൻസർ ബി ആണ്, വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ്. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. RBI provides ways and means advances for meeting day-to-day receipt and expenditure mismatch to both central and state governments.
ഓക്കെ. അടുത്ത 13th question. Which of the following extreme measures may be resorted by the Reserve Bank of India in order to safeguard the interest of the depositing public when the affairs of a bank are observed to be beyond redemption? ഒന്നാമത്തെ ഓപ്ഷൻ refusal of a licensee or cancellation of an existing license, merge the bank with any public sector bank, applying to central government for an order of moratorium and thereafter reconstructing or amalgamating the bank with another bank. ഇതിലേതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇതിലേതാണ് which of the following extreme measures may be resorted by Reserve Bank of India in order to safeguard interest of depositing public. അതായത് പബ്ലിക്കിൻ്റെ എന്താ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എക്സ്ട്രീം മെഷേഴ്സ് ഏതാണെന്നാണ് ഓപ്ഷൻ ഡി. അതായത് ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ ഓൾ ഓഫ് ദ എബോ, ഇതെല്ലാം. അതായത് റെഫ്യൂസൽ ഓഫ് ലൈസൻസ് ഓർ ക്യാൻസലേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ലൈസൻസ്. ഓക്കെ, റെഫ്യൂസൽ ഓഫ് എ ലൈസൻസ് ഓർ ക്യാൻസലേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ലൈസൻസ്, merge the bank with any public sector bank. ഇതെല്ലാം റീസെൻ്റ് ആയിട്ട് RBI ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്ലൈയിങ് ടു സെൻട്രൽ ഗവൺമെൻറ് ഫോർ ആൻ ഓർഡർ ഓഫ് മൊറട്ടോറിയം ആൻഡ് thereafter reconstructing or amalgamating the bank with another bank. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ് നമ്മുടെ ആൻസർ. അടുത്ത 14th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് നമ്മൾ മുൻപ് നോക്കി. അപ്പോൾ ഇതിൽ മെയിൻ ഫംഗ്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്, റെഗുലേഷൻ ഓഫ് ലൈഫ് ഇൻഷുറൻസ്, റെഗുലേഷൻ ഓഫ് ജനറൽ ഇൻഷുറൻസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. ഇതിലെല്ലാം ഈ റെഗുലേഷനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ബാങ്കേഴ്സ് ബാങ്ക് എന്നുള്ളൊരു ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷനായിട്ട് നമ്മൾ RBIക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇ ആണ്, ബാങ്കേഴ്സ് ബാങ്ക്. ഓക്കെ, ബാങ്കേഴ്സ് ബാങ്ക് എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത 15th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് മെഷേഴ്സ്: റിപ്പോ റേറ്റ്, ക്യാഷ് റിസർവ് റിക്വയർമെൻറ്റ്സ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. വിച്ച് ഓഫ് ദ മെഷേഴ്സ് ഗിവൺ എബോ ആർ മേജർ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ദ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അതായത് മാർക്കറ്റിൽ മണി കൂടുകയോ കുറയോ ചെയ്യുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഒന്നുകിൽ മാർക്കറ്റിൽ നിന്ന് ഇൻജെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റിലോട്ട് ഇൻജെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മണി അബ്സോർബ് ചെയ്യുക, അതിനായിട്ട് ഉപയോഗിക്കുന്ന ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ഏതാണെന്നാണ്. ഓക്കെ, റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും അതിന് തന്നെയാണ്. അതുപോലെ തന്നെ ക്യാഷ് റിസർവ് റിക്വയർമെൻറ്റും അതിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദീസ്. ഓക്കെ അല്ലേ? അപ്പോൾ 16th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ആർ നോട്ട് ബീയിങ് പെർഫോംഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ ഫങ്ഷൻ നമ്മൾ ബാങ്കേഴ്സ് ബാങ്ക് ആണെന്ന് ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തു. അതുപോലെ ഫങ്ഷൻസ് കുറച്ച് തന്നിട്ടുണ്ട്, അതിൽ ഫങ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, റെഗുലേഷൻ ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ, അത് കറക്റ്റാണ്. റെഗുലേഷൻ ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ, FDI ആയിട്ട് റിസർവ് ബാങ്കിന് വലിയതില്ല. ഫോറിൻ കറൻസി മാനേജ്മെൻറ്റ്, നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെത് നോക്കിയപ്പോൾ ഫംഗ്ഷനിലുണ്ടായിരുന്നു. അതുപോലെ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് മണി സപ്ലൈ, മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും റിസർവ് ബാങ്ക് തന്നെയാണ്. അടുത്തത് കറൻസി മാനേജ്മെൻറ്റും റിസർവ് ബാങ്കിൻ്റെയാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്ന വിച്ച് ആർ നോട്ട് അല്ലേ, അപ്പോൾ FDI തന്നെയാണ്. റെഗുലേഷൻ ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത 17th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റ്, ഓപ്ഷൻ സി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻ്റ് ആണ് ഓപ്പറേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, ഓപ്ഷൻ സി. അടുത്തത് നമ്മുടെ 18th ക്വസ്റ്റ്യൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റ് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ മെന്റ് ഫോർ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? ഓൾ ദോസ് ഗിവൺ
എന്ന് വെച്ചാൽ പ്രൊവൈഡിങ് മാനേജ്മെൻറ്റ് പേഴ്സണൽ ടു ദ ബാങ്ക്സ്, ട്രെയിനിങ് ഓഫ് ബാങ്ക് എംപ്ലോയീസ് in banking, providing consultancy on best practices in bank management and recruitment of bank employees at all levels. ഇതെല്ലാം ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻ്റ് ആണ്, NIBM. ഓക്കെ, അപ്പോൾ NIBM is institution meant for providing management personnel to the banks, training of bank employees in banking, providing consultancy on best practices in bank management, recruitment of bank employees at all levels. Okay, അപ്പോൾ ഓപ്ഷൻ എ ആണ്. അടുത്ത നമ്മുടെ 19th question, which of the following do not fall within the function of Reserve Bank of India? Reserve Bank of Indiaയുടെ ഫങ്ഷൻ അല്ലാത്തത് do not fall ആണ്. റെഗുലേഷൻ ഓഫ് കറൻസി ഉണ്ട്, കൺട്രോൾ ഓഫ് കറൻസി, ബാങ്കർ ടു ഗവൺമെൻറ്, ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ആൻഡ് മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു പബ്ലിക്. അതായത് യൂഷ്വൽ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യുന്നതാണ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ആൻഡ് മേക്കിംഗ് ലോൺസ്. അത് RBI ചെയ്യുന്നില്ല എന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ തന്നെ നോക്കിയതാണ്. അപ്പോൾ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് റെഗുലേഷൻ ഓഫ് കറൻസി ഉണ്ട്, കൺട്രോൾ ഓഫ് കറൻസി ഉണ്ട്, ബാങ്കർ ടു ഗവൺമെൻറ് ആണ്, ബാങ്കേഴ്സ് ബാങ്ക് ആണ്, അതുപോലെ തന്നെ ലാസ്റ്റ് റിസോർട്ട് എന്നും ബാങ്കുകളുടെ ലാസ്റ്റ് റിസോർട്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ആൻഡ് മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു പബ്ലിക് ആണ് ഡു നോട്ട് ഫോൾ വിത്തിൻ ദ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് ദ ടേം വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് റെഫേഴ്സ് ടു the advances allowed under DRI scheme by commercial banks, the advances allowed by commercial banks under 20-point economy program, the temporary advances made to the government by RBI to bridge the interval between expenditure and the flow of receipt of revenues. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ടെമ്പററി അഡ്വാൻസസ് മെയ്ഡ് ടു ദ ഗവൺമെൻറ്, വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് നമ്മൾ മുൻപത്തെ ഒരു ക്വസ്റ്റ്യനിൽ പഠിച്ചു, അത് ടെമ്പററി അഡ്വാൻസസ് മെയ്ഡ് ടു ദ ഗവൺമെൻറ് ആണ്. ഓക്കെ, അപ്പോൾ ദ ടേം വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് റെഫേഴ്സ് ടു ദ ടെമ്പററി അഡ്വാൻസസ് മെയ്ഡ് ടു ദ ഗവൺമെൻറ് ബൈ RBI. ഓക്കെ, അടുത്തത് ദ ഇൻസ്റ്റൻസ് ഓഫ് RBI മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എപ്പോഴാണെന്നാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൺട്രോൾ വിത്ത് അഡിക്വേറ്റ് ലിക്വിഡിറ്റി ഫോർ ഗ്രോത്ത്, ഇംപ്രൂവിംഗ് ക്രെഡിറ്റ് ക്വാളിറ്റി ഓഫ് ദ ബാങ്ക്സ്, സ്ട്രെങ്തനിങ് ക്രെഡിറ്റ് ഡെലിവറി മെക്കാനിസം, സപ്പോർട്ടിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഇൻ ദ എക്കോണമി. ഇതിൽ ഇ, അതായത് നമ്മൾ ആൻസർ ഇ ആണ്, ഓൾ ഓഫ് ദ എബോ. അതായത് മോണിറ്ററി പോളിസി എപ്പോഴെല്ലാമാണ് നമ്മുടെ RBI യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ കൺട്രോളിന്, ഇംപ്രൂവിംഗ് ക്രെഡിറ്റ് ക്വാളിറ്റി, സ്ട്രെങ്തനിങ് ക്രെഡിറ്റ് ഡെലിവറി, അടുത്തത് സപ്പോർട്ടിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്. ഇത്രയും ടൈമിലാണ് മോണിറ്ററി പോളിസി യൂസ് ചെയ്യുന്നത്. അതായത് ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ക്രെഡിറ്റ് ക്വാളിറ്റിക്കും സ്ട്രെങ്തനിങ് ക്രെഡിറ്റിനും സപ്പോർട്ടിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡും പിന്നെ ഇൻഫ്ലേഷൻ കൺട്രോൾ, അതായത് ഇൻഫ്ലേഷൻ ഓർ ഡീഫ്ലേഷൻ വരുന്ന ടൈമിൽ എക്കോണമിയിലെ ക്യാഷ് മാനേജ്മെൻറ്റും കൂടെ ചേർത്താണ് മോണിറ്ററി പോളിസി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഇ ആണ്, ഓൾ ഓഫ് ദ എബോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ആകുമ്പോൾ നമ്മളൊരു 40 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടിൽ അതിൻ്റെ ബാക്കി, അതായത് ഇതിപ്പോൾ ബേസ് ആണ്, അതായത് RBI എസ്റ്റാബ്ലിഷ് ചെയ്ത റേറ്റ് അങ്ങനെയൊക്കെയാണ്, റിപ്പോ റിവേഴ്സ് റിപ്പോ ആണ്. ബാക്കി ഇനി മോണിറ്ററി പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് ബാങ്കിങ് ആൻഡ് ഫിനാൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആയിരിക്കും ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം. താങ്ക് യു.